അപ്പോൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പെറ്റിംഗ് സൂവിലാണ്. ഇവിടെ ഒത്തിരി ആനിമൽസും അതുപോലെ ഓസ്ട്രിച്ചും പീക്കോക്കൊക്കെ ഉണ്ട്. ജോക്കുട്ടൻ ചെന്നപ്പോൾ തന്നെ ആടിന് പുല്ല് കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ബാക്കി ആനിമൽസിനൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയിട്ട് നേരെ ആടിൻ്റെ അടുത്തേക്ക് ഓടി വരായിരുന്നു കേട്ടോ. ജോക്കുട്ടൻ പൊതുവെ ഒരു ആനിമൽ ലവർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. എൻ്റെ വീട്ടിൽ പണ്ട് ആടും മുയലും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കും ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ബേബി ജോക്കുട്ടന്റെ ആടുകൾക്ക് വേറെ ആടിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. UAE-യിലുള്ളവരാണെങ്കിൽ ഈ ലൊക്കേഷൻ സേവ് ചെയ്തു വെച്ചോളൂ കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ലൊക്കേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡക്സിനെ കണ്ടപ്പോഴാണ് എഫ്രൈം ബേബി കയ്യിൽ നിന്ന് താഴെ ഇറങ്ങിയത്. അവിടെ നെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഡക്സിനെ ഓടിച്ചിട്ട് പിടിച്ചേനെ. ജോക്കുട്ടൻ വീണ്ടും ആടിനെ ഫീഡ് ചെയ്യാൻ പോയപ്പോഴാണ് ഒരു പീക്കോക്ക് എൻ്റെ അടുത്തേക്ക് വന്നതേ. പീക്കോക്കിനെ ഇത്രയും അടുത്ത് കണ്ടപ്പോൾ ജോക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പീക്കോക്കിനൊന്ന് തൊട്ട് നോക്കിയാൽ മതി മമ്മി എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ പുറകെ ഓട്ടം. പാവം പീക്കോക്ക് ആണെങ്കിൽ പേടിച്ചിട്ട് അതിലും സ്പീഡിലായിരുന്നു ഓട്ടം. ഇനി നമുക്ക് സൂവിലെ അടുത്ത സോണിലേക്ക് പോവാം.